ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്നൊരു ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്, അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാനിപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് കേട്ടോ. നമ്മൾ സാധാ ഗോതമ്പ് പൊടി 250 ml ഒരു കപ്പ്. ഇതിനെ കൊണ്ട് നമുക്കൊരു 7 ഉരുള പൊടി കിട്ടും കേട്ടോ. ഇത് നല്ല തിളച്ച വെള്ളമാണ്, ഉപ്പിട്ടിട്ട് തിളപ്പിച്ച വെള്ളമാണ്. ഇത് നമുക്ക് ഈ പൊടിയിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് നമുക്കൊന്നൊരു സ്പൂണോ ഒരു തവിയോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പൊടി ചേർത്തിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ശ്രദ്ധിക്കുക, നല്ല ചൂടുള്ള തിളച്ച വെള്ളം തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വെള്ളം കൂടിപ്പോയ പോലെ തോന്നിയാലും കുറച്ച് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഉരുളകളാക്കിയിട്ട് നമ്മളെ പിടിക്ക് സാധാരണ ചപ്പാത്തിക്ക് നിങ്ങൾ എത്ര വലിപ്പമുള്ള പൊടിയാണോ എടുക്കുന്നത് അതുപോലെയുള്ള ഉരുളകളാക്കിയെടുക്കാം. ഇതെല്ലാം ഇപ്പം ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്, 7 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് തേങ്ങ, അതിലേക്ക് ആവശ്യമുള്ള ശർക്കര വേണമെന്നില്ല, പഞ്ചസാര എടുത്താൽ മതി. പഞ്ചസാരയും ശർക്കരയും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് ഏലക്കായ് പൊടി, ഒരു 1/4 ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു ഏലക്കായ് ചതച്ചതോ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കര വേണ്ട, പഞ്ചസാര മതി കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. ഇത് നന്നായിട്ട് ആദ്യം ഒരു റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കാം. എന്നിട്ട് കുറച്ചൊന്ന് പരത്തിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ മിക്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ 2 രീതിയിൽ കാണിച്ചു തരുന്നുണ്ട്. രണ്ടും നല്ല ടേസ്റ്റാണ്, 2 രീതിയിൽ ചെയ്താലും നല്ല ടേസ്റ്റാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ അതിൻ്റെ സെൻറ്ററിൽ നമ്മളെ ഇത് വെച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗവും അടച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കാം. ഇപ്പോൾ വീഡിയോയിൽ കണ്ടില്ലേ അതുപോലെ. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് പൊടിയിട്ടിട്ട് ഒന്ന് പതുക്കനെ പരത്തിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ സ്പീഡ് കൂട്ടിയതിനെ കൊണ്ടാണ് ഇത്ര സ്പീഡ് തോന്നുന്നത്. പതുക്കെ പരത്തിയെടുത്താൽ മതി. അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ആ തേങ്ങൻ്റെത് നമുക്ക് കാണും, പക്ഷേ അത് കുഴപ്പമില്ല. അതാണ് ഈ ഒരു റെസിപ്പീൻ്റെ ടേസ്റ്റ്, ഇങ്ങനെ തന്നെയാണ്. ഇപ്പം പരത്തി വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു സ്റ്റൈൽ, അതായത് നമ്മളെ അട പോലെ കേട്ടോ. നമ്മളെ ചപ്പാത്തിക്കൊക്കെ പരത്തൂലേ, നല്ല വലുതായിട്ട് നേർമയായിട്ട് കേട്ടോ, നൈസായിട്ട് പരത്തിയെടുക്കുക. നമ്മളിങ്ങനെ പൊടി കുഴച്ചാൽ തന്നെ നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാനൊക്കെ കഴിയും കേട്ടോ. അപ്പോൾ അതുപോലെ ട്രൈ ചെയ്യുന്നത്, ചപ്പാത്തിക്കാണെങ്കിലും ഇതേപോലെ നല്ല ചുടുവെള്ളത്തിൽ കുഴച്ച് നോക്കാം. ഇനി ഇത് കുറച്ചിട്ടാൽ മതി കേട്ടോ. തേങ്ങ ഒരുപാട് നിറച്ചൊന്നും വെക്കണ്ട, കുറച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ അട പോലെ സൈഡ് ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഈ തേങ്ങ ഒന്ന് എല്ലായിടത്തേലും ആക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിത് ചുട്ടെടുക്കാൻ കുറച്ച് നെയ്യോ ഓയിലോ കുറച്ച് മതി, ജസ്റ്റ് ഒന്ന് പാനിലാക്കി കൊടുത്തിട്ട് ഈ നമ്മളെ പത്തിരി ഇടാം. എന്നിട്ട് ഇട്ട ഭാഗം കുറച്ചൊന്ന് വെന്താൽ കുറച്ചൊരു നെയ്യോ ഓയിലോ പുരട്ടി കൊടുത്തിട്ട് ഒന്ന് മറിച്ചിട്ടിട്ട് സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചട്ടകം കൊണ്ടോ നല്ലോണം അമർത്തി വേവിക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും, ഒരുപാട് സമയമൊന്നും എടുക്കണ്ട. കാരണം നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇത് കുഴച്ചെടുത്തതിനെ കൊണ്ട് ഒരുപാട് വേവൊന്നുമില്ല. അപ്പോൾ ഇനി നമ്മൾ അത് ചുട്ട് കഴിഞ്ഞു. ഇനി അട പോലുള്ളത് ചുടാം. അതുപോലെ തന്നെ ഒരിത്തിരി നെയ്യോ ഓയിലോ മതി. അപ്പം ആയി വരുന്നുണ്ട്. ഒരു ഭാഗം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.